പ്രകാശം. ചില സിനിമകളുടെ പ്രത്യേകത, മിക്ക സിനിമകളുടെയും പ്രത്യേകത, അതിലെ ചില രംഗങ്ങൾ നമ്മൾ എത്ര കണ്ടാലും എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിൽക്കും. ഇപ്പോൾ ജീവിക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നു, അതുകൊണ്ട് ചോദിക്കുക എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് മോഹൻലാൽ ചോദിക്കുന്നത് കണ്ടാൽ അപ്പോൾ തന്നെ നമുക്ക് സിനിമ ഏതായിട്ട് ആ ചിത്രമാണെന്ന് മനസ്സിലാവും. എന്നാൽ വേറെ ചില സിനിമകളുണ്ട്, രംഗങ്ങളില്ലാതെ വെറും ശബ്ദങ്ങൾ കൊണ്ട് ആരംഭിക്കും. അങ്ങനെയുള്ള സിനിമകളും അതിഗംഭീര സിനിമകളായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ശബ്ദത്തിൽ ആരംഭിച്ച അതിഗംഭീരമായ ഒരു സിനിമയുണ്ട്, നമ്മളെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ. ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തിനെയും നമുക്ക് ഒരുപാട് ആദരവും ഇഷ്ടവും തോന്നും. പക്ഷെ ആ കേന്ദ്ര കഥാപാത്രത്തിന്റെ വാചകത്തെ ഒറ്റയടിക്ക് റദ്ദ് ചെയ്തു ഇടതുമുന്നണി സർക്കാരുകൾ. ആ കേന്ദ്ര കഥാപാത്രം പറഞ്ഞ വാചകത്തെ ഒറ്റയടിക്ക് ആ വാചകം അർത്ഥമില്ലാതാക്കാൻ കഴിഞ്ഞു ഇടതുമുന്നണി സർക്കാർ. ആ സിനിമ ആരംഭിക്കുമ്പോൾ കേട്ട ആ വാചകങ്ങൾ, ആ സിനിമയുടെ തുടക്കത്തിലെ ആ വാചകങ്ങൾ നമുക്ക് കേൾക്കാം. ആ സിനിമ ഏതാണെന്ന് നിങ്ങൾ പറയണം. മെഴുകുതിരി പരതുന്ന ഒരാള് ഈ ലോഡ് ഷെഡിങ് ഇന്നോ ഇന്നലെ തുടങ്ങിയതാണോ? അല്ല, നാളെ മറ്റന്നാൾ അവസാനിക്കുമോ? അതുമില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്താ വേണ്ടത്? ഇരുട്ടത്ത് ജീവിക്കാൻ പഠിക്കാൻ. ഏതാ സിനിമ? ഏതാണ്? ചിന്താവിഷ്ടയായ ശ്യാമള. പുള്ളിക്ക് സമ്മാനം കൊടുക്കും. ചിന്താവിഷ്ടയായ ശ്യാമള. ഈ ചിന്താവിഷ്ടയായ ശ്യാമളയുടെ സംഭാഷണം ഒന്ന് നിർത്തി കേൾപ്പിച്ച വിഷ്ണു. മെഴുകുതിരി പരതുന്ന ഒരാള് ഈ ലോഡ് ഷെഡിങ് ഇന്നോ ഇന്നലെ തുടങ്ങിയതാണോ? അല്ല, അതിൽ തെറ്റില്ല. ഈ സിനിമ 14 വർഷങ്ങൾക്ക് മുമ്പ് UDF സർക്കാരിന്റെ ഭരണകാലത്ത് ഇറങ്ങിയ സിനിമയാണ്. അന്ന് മഴ പെയ്താലൊക്കെ ലോഡ് ഷെഡിങ് വേണമെന്ന് ആര്യാടൻ മുഹമ്മദ് പറയുന്ന കാലമാണ്. അതുകൊണ്ട് ലോഡ് ഷെഡിങ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ? അല്ല. പക്ഷെ പിന്നെ എന്താ ശ്യാമള പറഞ്ഞു? നാളെ മറ്റന്നാൾ അവസാനിക്കുമോ? അതുമില്ല. അവിടെ ശ്യാമളയെ തിരുത്തി, ആ വാചകം റദ്ദു ചെയ്തു. ഇടതുമുന്നണി സർക്കാർ അധികാരത്തിലേറി കഴിഞ്ഞപ്പോ എന്നേക്കുമായി ലോഡ് ഷെഡിങ് റദ്ദു ചെയ്തുകൊണ്ട് നാളെയോ മറ്റന്നാളോ അവസാനിക്കില്ല എന്ന ശ്യാമളയുടെ വേദന നിറഞ്ഞ സ്വരത്തെ ക്യാൻസൽ ചെയ്തുകൊണ്ട് പ്രകാശപൂരിതമായ പവർക്കട്ടില്ലാത്ത 10 വർഷങ്ങൾ കേരളത്തിന് സമ്മാനിച്ചു. ഇന്ത്യയിൽ ആദ്യമായി 100% ഗാർഹിക വൈദ്യുതീകരണം നടത്തിയ സംസ്ഥാനം ഏതാണെന്ന് പറയാമോ? ഏതാണ്? ഇന്ത്യയിൽ 100% ഹോം ഇലക്ട്രിഫിക്കേഷൻ, വീടുകളിൽ വൈദ്യുതി എത്തിച്ച ആദ്യത്തെ സംസ്ഥാനം കേരളം. പക്ഷെ അങ്ങനെ ഉത്തരം പറഞ്ഞാൽ പോരാ. ഞാൻ ആ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് എന്നോട് കയർക്കണം, എന്നിട്ട് പറയണം ആ ചോദ്യം തിരുത്തണമെന്ന് ആവശ്യപ്പെടണം. കാരണം ഇന്ത്യയിൽ 100% വീടുകളിൽ വൈദ്യുതി എത്തിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം എന്നല്ല, 100%